Hello, good evening. With ton Kanakana love and ton Kanakana romance, you are listening to Love Bites on Club FM. എൻ്റെ മനസ്സ് ഇന്ന് ഓർമ്മകളിൽ നിന്നെ തിരയുകയാ. അതിൻ്റെ ഒരു കോണിലിരുന്ന് ഞാൻ നിന്നെ മറക്കാൻ ശ്രമിക്കുകയും എനിക്കും നിനക്കുമിടയിൽ അനന്തമായ അകലവ. എങ്കിലും നിന്റെ അദൃശ്യമായ സാമീപ്യം ഞാൻ അറിയുന്നു. ഞാൻ അറിയുകയാണ് നിന്നെ മറക്കുകയെന്നാൽ മൃതിയാണെന്ന്, ഞാൻ നീ മാത്രമാണെന്ന്. ഇഷ്ടപ്പെടുന്ന ആളെ മറക്കാൻ നമുക്ക് പറ്റുമോ? ഇതിൻ്റെ കാരണം തേടിപ്പോകുമ്പോൾ ആ അന്വേഷണം ചിലപ്പോഴെങ്കിലും നമ്മളിൽ തന്നെ ചെന്നെത്താറില്ലേ? പ്രണയത്തിൻ്റെ തീരത്ത് നിങ്ങളുടെ കൂടെ ഞാൻ റീനു. ഇത് ക്ലബ് FM. ക്ലബ് FMലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനുവാണ്. ഞാൻ ഒരു ലേഖനം വായിച്ചു. ഡയറക്ടർ രഞ്ജിത്തിൻ്റെ ലേഖന. അതിൽ അദ്ദേഹം ആദ്യത്തെ പ്രണയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ശാലിനി എൻ്റെ കൂട്ടുകാരി എന്ന സിനിമയിൽ ശോഭ ചെയ്ത ശാലിനി എന്ന ക്യാരക്ടർ, അതാണത്ര അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രണയം. പിന്നീട് അങ്ങോട്ട് കണ്ട ഓരോ സ്ത്രീയിലും ഈ ഒരു ക്യാരക്ടറിനെയാണ് രഞ്ജിത്ത് അന്വേഷിച്ചു കൊണ്ടിരുന്നതെന്ന്. നമ്മളൊക്കെ ഒരർത്ഥത്തിൽ നോക്കിയാൽ ഇങ്ങനെയല്ലേ? നമ്മുടെ മനസ്സിൽ കാണുന്ന അതേ രൂപത്തിനെയാണ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അന്വേഷണങ്ങൾക്കൊക്കെ ഒടുവിൽ നമ്മൾ അയാളുടെ അടുത്ത് എത്തുകയും ചെയ്യും. ഫേസ്ബുക്കിൽ ക്ലബ് FM കോൺടെസ്റ്റ് പേജിൽ റീനു ഒരു ചോദ്യം ചോദിച്ചോട്ടെ. നിങ്ങളിപ്പോൾ ഒരു പ്രണയത്തിലാണെങ്കിൽ അതാണോ നിങ്ങളുടെ പെർഫെക്റ്റ് പാർട്ട്ണർ? ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെയുള്ള ഒരു പെർഫെക്റ്റ് പാർട്ട്ണർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? സംശയമല്ലേ? ഉത്തരം ഒന്ന് പോസ്റ്റ് ചെയ്യണം. ഞാൻ കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ് റീനുവിൻ്റെ കൂടെ. ഫേസ്ബുക്കിൽ വന്നാൽ എൻ്റെ അടുത്ത് സംസാരിക്കാം, ഞാൻ ഓൺലൈനാണ്. ടീനുവിൻ്റെ കോളേജിലെ ഏറ്റവും റൗഡിയായ പയ്യൻ അതായിരുന്നു ജിബിൻ. എന്നാൽ എന്തുകൊണ്ടാണെന്നറിയില്ല, പെൺകുട്ടികൾക്കൊക്കെ ഇവനോട് ഭയങ്കര ആരാധനയാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കൊക്കെ വില്ലന്മാരോട് കുറച്ച് ഇഷ്ടമുണ്ടല്ലോ, അങ്ങനെ തന്നെ. എന്നാൽ ഈ ടീനുമായിട്ട് പ്രണയത്തിനായതിനു ശേഷം ജിബിൻ ആകെ പടം മാറ്റാം. അവൻ്റെ വില്ലത്തരെല്ലാം പോയി. ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നു, പഠിക്കുന്നു, എക്സാമിന് മാർക്ക് മേടിക്കുന്നു. അങ്ങനെ എല്ലാം ഇവള് പറഞ്ഞ പോലെ അവൻ മാറി. ശരിക്കും പറഞ്ഞാൽ അവള് മാറ്റിയെടുത്തു. എന്നിട്ട് അവർ പ്രണയിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ടീനു ജിബിൻ്റെ അടുത്ത് പറഞ്ഞു, നീ ആകെ മാറിപ്പോയി. എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊന്നും ഇപ്പം നിനക്കില്ല. നിന്റെ നോട്ടിനെസ് പോലും പോയി. നമ്മൾ പ്രണയം മരിച്ചു എന്ന്. സത്യത്തിൽ ആരാ ചേഞ്ചായേ? ഇവിടെ എന്താ സംഭവിച്ചേ? ഇതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു അഭിപ്രായം പറയാനുണ്ടോ? എന്നാൽ 56070 എന്ന നമ്പറിലേക്ക് വേണം ആ ഒപ്പീനിയൻ അയക്കാൻ. ഫോമാറ്റ് ക്ലബ് FM സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. കോളേജിൽ ഫസ്റ്റ് ഇയേഴ്സ് ജോയിൻ ചെയ്യുന്ന ദിവസം. അപ്പോൾ സീനിയേഴ്സ് എല്ലാവരും വെയിറ്റ് ചെയ്യാണ് അവർ വരാനായിട്ട്. റാഗ് ചെയ്യുന്നതൊക്കെ കുറ്റമാണ്, പ്രശ്നം ഉണ്ടാവും. എന്നാലും നമുക്ക് അവരെ പരിചയപ്പെടണ്ടേ? സോ നമ്മൾ പുറത്തിറങ്ങി നിൽക്കും, അവർ വരുമ്പോൾ അവരെ പൊക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ഫ്രഷേഴ്സ് ഡേയിലാണ് ഞാൻ എൻ്റെ ലക്ഷ്മിയെ കണ്ടത്. ആരായാലും അവളെ ശ്രദ്ധിക്കും, ബിക്കോസ് അവളാണ് ആ കോളേജിലെ ഏറ്റവും സുന്ദരിയായ പെൺകുട്ടി. ഒരുപാട് ആൺകുട്ടികൾ ആ കോളേജിലുണ്ടായിരുന്നിട്ടും അവൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടെ. ക്ലബ് FMലെ ലവ് ബൈറ്റ്സിൽ റീനുവിൻ്റെ അടുത്ത് എൻ്റെ റിക്വസ്റ്റാണ് ഇവൾക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ച് തരുമോയെന്ന്. സുനീഷ് ചോദിച്ച ഒരു ഡെഡിക്കേഷനാണ്. ഡെഫിനറ്റ്ലി സുനീഷ്, റാഗ് ചെയ്യുന്ന കുറ്റാന്നറിയാല്ലേ, എന്നിട്ട് സുന്ദരി പെൺപിള്ളേരെ കാണുമ്പോൾ നിൽക്കുക. പാട്ട് വെച്ച് തരാം. പിന്നെ ഇതുപോലൊരു ഡെഡിക്കേഷൻ ഉണ്ടോ? എന്നാൽ 56070 ഒരു മെസ്സേജ് അയച്ചാൽ മതി. ഫോമാറ്റ് ക്ലബ് FM സ്പേസ് നിങ്ങളുടെ പേര്